വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ ഒരു പവർഫുള്ളായ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിബന്ധങ്ങൾ, സമ്പത്ത്, ബന്ധങ്ങൾ, അതോടൊപ്പം തന്നെ ജോലി, ആരോഗ്യം എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ ആകർഷിക്കാൻ സാധിക്കുന്നതാണ്. അതായത് വളരെ എളുപ്പത്തിൽ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തിലേക്കാട്ട് ഉപരിയായിട്ട് നിങ്ങൾക്ക് ഈ മാനിഫെസ്റ്റേഷൻ ടൂള് നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും 7 ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത്. ഈ ചക്രങ്ങൾ എന്ന് പറയുന്നത് നോൺ ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഊർജ്ജത്തെയാണ് അല്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങളെയാണ് ചക്രങ്ങൾ എന്ന് പറയുന്നത്. ഇന്നിവിടെ പറയാൻ പോകുന്ന ചക്രം എന്ന് പറയുന്നത് സഹസ്രാര ചക്രമാണ്, അല്ലെങ്കിൽ ക്രൗൺ ചക്ര എന്ന് വിളിക്കപ്പെടുന്ന 7ാമത്തെ ചക്രമാണ്. മറ്റ് 6 ചക്രങ്ങളും നമ്മുടെ ശരീരത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു ചക്രം മാത്രമാണ് തലയോട്ടിയുടെ തൊട്ട് മുകൾ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സഹസ്രാര ചക്രം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു 1000 ഇതളോട് കൂടിയ അല്ലെങ്കിൽ 1000കണക്കിന് ഇതളോട് കൂടിയ ചക്രമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ ഒരു ചക്രമാണ് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ചക്രം എന്നൊക്കെ പറയുന്നത്. ഇതിന് വളരെ ലളിതമായിട്ടുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു പുസ്തകത്തിൽ വായിച്ചാണ്. അതായത് നമ്മൾ കുട്ടി ജനിക്കുന്ന സമയത്ത് തലയോട്ടിയുടെ മുകൾ ഭാഗം വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇതിലൂടെയാണ് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്. എന്നാൽ കുറച്ച് ഘട്ടത്തിന് ശേഷം ഈ ഒരു ഭാഗം നമ്മുടെ സൊസൈറ്റിയിലെ നെഗറ്റീവായ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈഗോ, അപകർഷതാബോധം, അങ്ങനെ എല്ലാം കൂടിയിട്ട് നമ്മളെ ഈ ഒരു കണക്ഷൻ, യൂണിവേഴ്സുമായിട്ടുള്ള കണക്ഷൻ മുറിഞ്ഞു പോവുകയാണ് ചെയ്യുക. ഇപ്പം നിങ്ങൾ റേക്കി, പ്രാണി ഹീലിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഹീലിംഗ് ടെക്നിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹസ്രാര ചക്രം വഴി എടുത്തിട്ട് അനാഥ ചക്രം വഴി കൈകളിലൂടെ കൊണ്ടുവന്നിട്ട് നമ്മളെ രോഗിയുടെ തൊട്ട് മുകൾ ഭാഗത്തായിട്ടാണ് വിഷ്വലൈസേഷൻ ചെയ്യുക. അതായത് ഒരു എനർജി ഫ്ലോ വരുന്നതായിട്ട് സങ്കല്പിക്കുക. അന്നേരം ഇവിടെ പറയുന്നത്, അതായത് ഈ എനർജി സിസ്റ്റത്തിൽ മാത്രമല്ല, ചില ആൾക്കാർ ടാരറ്റ് കാർഡ് റീഡിങ് നമ്മൾ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ്ങും നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. അതിനാൽ ടാരറ്റ് കാർഡ് റീഡേഴ്സ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിൽ നിന്ന് എനർജി എടുത്തിട്ട് അവർ കൈകളിലൂടെ കൊണ്ടുവന്നിട്ട് ടാരറ്റ് കാർഡ് ജസ്റ്റ് ഷഫിൾ ചെയ്തിട്ട് ഒന്ന് നിരത്തി വെക്കുകയാണ് ചെയ്യുക. അതായത് ഇവിടെ എല്ലാം തന്നെ സംഭവിക്കുന്ന ആ യൂണിവേഴ്സൽ എനർജിയുടെ സപ്പോർട്ടിലൂടെയാണ് അവരെല്ലാ കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ഒരു കാര്യത്തെ എങ്ങനെ ലോ ഓഫ് അട്രാക്ഷനായിട്ട് ബന്ധപ്പെടുത്താം എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. കാരണം ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഗ്രഹം എടുക്കുക. അതായത് ചിലപ്പോൾ അതൊരു വ്യക്തിബന്ധമായിരിക്കാം, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു കാര്യമാവട്ടെ, ചിലപ്പോൾ അത് പണമായിരിക്കാം. അങ്ങനെ ഏതൊരു കാര്യവും നിങ്ങളൊരു മെഡിറ്റേഷൻ സ്റ്റേജിലേക്ക് പോയിട്ടിരിക്കുക. അതായത് സ്വസ്ഥമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് അവിടെ പോയിട്ട് ശാന്തമായ രീതിയിൽ മനസ്സും ശരീരവും ശാന്തമാക്കി വെക്കുക, മൊബൈൽ ഫോൺ അകറ്റി വെക്കുക. എന്നിട്ട് കുറച്ച് സമയം ഇരിക്കുക. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യമാണോ, അത് ചിലപ്പോൾ വ്യക്തിബന്ധമാവാം, ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പണമാവാം, അങ്ങനെ എന്തുമാവട്ടെ, അത് വിഷ്വലൈസേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു തേർഡ് ഐയിലേക്ക് അല്ലെങ്കിൽ ഹാർട്ടിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ആ ഒരു ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ആ ഒരു ചിത്രമാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ചിത്രത്തെ ഒരു ലൈറ്റ് കളറാക്കിയിട്ട് മാറ്റുക, അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ ഗോളമാക്കി മാറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ആക്കി മാറ്റുക. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലൈറ്റിലൂടെ, അതായത് ഇവിടെ ഒരു ലൈറ്റ് പ്രവഹിക്കുന്നതായിട്ടും അതിലൂടെ നിങ്ങൾ ഈ ഒരു ആഗ്രഹത്തെ യൂണിവേഴ്സിലേക്ക് നിങ്ങൾ തുറന്നു വിടുന്നതായിട്ട് സങ്കല്പിക്കുക. ഇങ്ങനെ ചെയ്യാം. ഞാൻ ഒന്നും കൂടി പറയുകയാണ്, നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹൃദയഭാഗത്ത് അതിനെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ആ ഫീലിങ്ങോടെ കൂടെ ആ ഒരു ആഗ്രഹത്തെ നമ്മൾ യൂണിവേഴ്സിലേക്ക് പുറത്തേക്ക്, അതായത് നമ്മളിൽ നിന്നൊരു പ്രകാശം പ്രപഞ്ചത്തിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് സങ്കല്പിക്കുന്ന ഒരു തരം മെഡിറ്റേഷനാണ് ഈ ഒരു കാര്യം. അന്നേരം നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്, നമ്മൾ യൂണിവേഴ്സിൽ നിന്ന് എനർജി സ്വീകരിക്കുന്ന പോലെ തന്നെ നമ്മളിൽ നിന്ന് യൂണിവേഴ്സിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ഹീലിംഗ് ടെക്നിക്കും കൂടിയിട്ടാണ്. അന്നേരം ഇത് വളരെ പവർഫുൾ ആണെന്ന് പറയാൻ കാരണം എനിക്ക് പലപ്പോഴും ഈ ഒരു ടെക്നിക്ക് മാത്രമല്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള എനർജി ലോസ്, വളരെ വലിയ രീതിയിൽ എനർജി ലോസ് വന്നു, അല്ലെങ്കിൽ ഭയങ്കര ശരീരത്തിൽ ക്ഷീണം അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് വിഷ്വലൈസേഷൻ ചെയ്യുക. അതായത് ഒരു വൈറ്റ് കളർ ലൈറ്റ് നിങ്ങളുടെ മൂർധാവിലേക്ക് പ്രവഹിക്കുന്നതായിട്ടും ശരീരത്തിലേക്ക് ആ ലൈറ്റ് കളർ പ്രവഹിക്കുന്നതായിട്ടും എല്ലാം തന്നെ ഒന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു എനർജി ഷിഫ്റ്റ് വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈയുടെ മുകൾ ഭാഗത്ത് ഒന്ന് ശ്രദ്ധിക്കുക. അന്നേരം ആ ഒരു ഭാഗത്ത് ഒരു എനർജി ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് എവിടെയാണോ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് അവിടെ എനർജി ഫ്ലോ ഉണ്ടാവും.
അതാണ് ഈ റേക്കി പ്രാണിക് ഊർജ്ജം എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് ഹീലിങ്ങിനും മാത്രമല്ല നമ്മുടെ സെൽഫ് ഹീലിങ്ങിനും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബേസിക് ക്ലാസ് നാളെ വൈകുന്നേരം ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.